നമസ്കാരം. കാലം മാറി, നമ്മൾ മനുഷ്യനും മാറി. ഒരു തലമുറ വളർന്നു വരുന്നത് കാണേണ്ടി വരുന്ന ചില കാഴ്ചകളുടെ അത്ഭുതങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അത് അത്ഭുതങ്ങളാണോ അതോ ദുഃഖമായി തീരേണ്ട ചില സമസ്യകളാണോ എന്നുള്ളതാണ്. ഇന്നത്തെ കുട്ടികളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം പട്ടത്ത് ചാലക്കുടി റോഡിലേക്ക് പോകുമ്പോൾ ഒരു കാറിൻ്റെ സൈഡിലായിട്ട് ഒരു പെൺകുട്ടിയും ചുറ്റും 4 ആൺകുട്ടികളുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു. ഒരു വശപ്പശക് തോന്നിയുകൊണ്ട് ഞാൻ ചോദിച്ചു, കുട്ടികളെ സ്കൂളിൽ പോകാൻ നേരമായില്ലേ എന്ന്. നോക്കുമ്പോൾ നമുക്കെന്താണോ ഒരു പട്ടാപ്പകൽ കാണാൻ പറ്റാത്ത ദൃശ്യം, അത് വണ്ടികൾ പാസ് ചെയ്യുന്ന ആ റോഡിൻ്റെ ഒരു ഓരത്തായിട്ട് 4 കുട്ടികൾ മറഞ്ഞു നിന്നുകൊണ്ട് കാണേണ്ട കാഴ്ച വരേണ്ട ഒരു ദയനീയമായ ഒരു അവസ്ഥ നമ്മൾ ഈ ലോകത്ത് കാണുകയാണ്. നമ്മൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ തിരക്കുള്ള റോഡിൽ സ്കൂൾ കുട്ടികളാണ്, ഒരു പെൺകുട്ടിയും 4-5 കുട്ടികൾ മറഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണോ നമുക്ക് മറച്ചു വെക്കേണ്ടത്, ആ മറച്ചു വെക്കേണ്ടടുത്തുള്ള മറ മാറ്റി കാണുന്ന അവസ്ഥയിലേക്ക് നമ്മളൊക്കെ ഇപ്പോൾ 10-62 വയസ്സായവരാണല്ലോ, കാണേണ്ടി വരുന്നൊരവസ്ഥ റോഡ് വക്കത്ത്. വളരെ ദയനീയമായ ഒരവസ്ഥയാണ് നമ്മുടെ പോക്ക്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് തോന്നുന്നത്, ഈ ചെറുപ്രായത്തിലെ നമ്മുടെ ഈ മൊബൈലിനകത്ത് വരുന്നിട്ടുള്ള എന്ത് ദൃശ്യങ്ങളും, ലോകത്തെ എല്ലാ ദൃശ്യങ്ങളും, സ്ത്രീ പുരുഷ എന്തൊക്കെയാണോ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും ഒക്കെ വരുമ്പോൾ നമ്മൾ എത്തപ്പെടേണ്ട സമയത്ത് എത്തപ്പെടേണ്ടതിന് പകരം മുൻകൂട്ടി എത്തപ്പെടേണ്ട ചില മനുഷ്യർ, എത്തപ്പെടേണ്ട ചില അവസ്ഥകൾ കുട്ടികൾക്കുണ്ടാകുന്നത്, ആ അവസ്ഥകൾ അവരുടെ മനസ്സിൻ്റെ ശിഥിലമായി പോകുന്ന മനസ്സിൻ്റെ വൈകൃതമായ രൂപമാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. വളരെ ദയനീയമാണ്. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല കുട്ടികൾക്ക്. അവർ പിരിഞ്ഞു പോയെങ്കിലും ഞാൻ പിന്നെ ഓർക്കുകയായിരുന്നു, തൊട്ടപ്പുറത്ത് താഴെ ഒരു സന്ധ്യയ്ക്ക് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ തരുന്ന കാഴ്ച, സന്ധ്യയ്ക്കല്ല വൈകുന്നേരം, ട്യൂഷൻ സെൻ്ററുകളാണ്. ഒരു പെൺകുട്ടിയെ വിളിക്കാൻ വന്ന അമ്മയും ആൺകുട്ടിയെ വിളിക്കാൻ വന്ന അച്ഛനും, അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ ശാരീരിക സൗഹൃദങ്ങൾ ഒരു കാറിനകത്ത് ഏർപ്പെടാൻ പറ്റുന്ന അവസ്ഥ പോലീസുണ്ട്, ആൾക്കാരുടെ ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു സംസ്കാരം ഇല്ലാതായി പോകുന്ന നമ്മൾ മുമ്പിൽ കാണുവാണ്. സംസ്കാരം നശിച്ചു പോവുകയാണ്. എന്തൊരു ദയനീയമായ ഒരവസ്ഥയാണ് ലോകത്തിൻ്റെ. ഇപ്പോഴത്തെ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഭാര്യയും ഒരു പെൺകുട്ടി കാര്യമായി പറഞ്ഞു, ഇന്നലെ നടന്ന സംഭവമാണ്. അവനൊരു പെൺകുട്ടിയെ പ്രണയിച്ച് കാണും, ഇഷ്ടപ്പെട്ട് കാണും, അവളുമായിട്ട് പറഞ്ഞു തെറ്റി, അമ്മയുടെ ഷാൾ ഇവിടെ കിടന്നു, അവൻ ആത്മഹത്യ ചെയ്തു. ഇന്നിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവൻ്റെ കുഞ്ഞു മനസ്സിലെ അവൾക്ക് ഒരു പെൺകുട്ടിയോട് തോന്നുന്ന ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിനൊന്ന് മനസ്സ് തെറ്റിയപ്പോൾ പതറിപ്പോയിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് നമുക്ക് ഒരു മനസ്സിന് ഒരു കുട്ടി, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പെൺകുട്ടി വെളിയിൽ പോയാൽ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വെളിയിൽ പോയാൽ ആ അച്ഛനമ്മമാർ ഫോണൊന്നുമില്ല, വരേണ്ട ഒരു സമയം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാലും അവരെത്തും. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ തിരുവനന്തപുരം നഗരം എന്നല്ല, എവിടെയായാലും നമ്മൾ ഫോണില്ലാതെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുന്ന പെൺകുട്ടികളെ ആൺകുട്ടികളെയാണ് കാണുന്നത്. വളരെ ചുരുക്കം പേരാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇങ്ങനെ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് ചവിട്ടി കൊടുത്താൽ പോലും അവരറിയില്ല, അവർ വേറൊരു ലോകത്തിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ഇങ്ങനെ ഫോണിൽ നിന്ന് ചെവി എടുക്കൂല, ചെവിയിലേക്ക് ഈ ഫോൺ വെച്ചാൽ ഇത് എടുക്കൂല. യാന്ത്രികമായ ഒരു ലോകത്തിലേക്ക് നമ്മുടെ മൊബൈൽ ഫോണുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരുപാട് മരണങ്ങളും മാനസിക സംഘർഷങ്ങളും ദുഃഖങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നമ്മളെയൊക്കെ അവസ്ഥ അത് തന്നെ. ഇപ്പം എനിക്ക് 2 ഫോണുണ്ട്, എന്നാലും 2 ഫോൺ ഒരേ സമയം അടിക്കും. ലാൻഡ് ഫോണുണ്ട്, അതും അടിക്കും. അത് ഞാനിപ്പോൾ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ കേൾക്കാനാണെന്ന് പറയാം, വാർത്തകൾ കേൾക്കാനൊക്കെ വെക്കും. ഫോണിന് അഡിക്റ്റായി പോയ ഒരു വലിയ സമൂഹത്തിനെ സൃഷ്ടിച്ചു കളഞ്ഞു ഇവിടെ. അതില്ലാതെ ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്, പറഞ്ഞതിനെ ഒന്നുകൂടെ പറയുകയാണെന്നാലും എല്ലാവരും ഫോണിനകത്താണ്. ആരും തമ്മിൽ പരസ്പര ബന്ധമില്ല. പണ്ടൊക്കെ നമ്മൾ ട്രെയിനിൽ കയറിയാലും അടുത്തിരുന്ന ആളിനോട് എങ്ങനെയാണ്, ആരാണ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ അതൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ഫോണോ ഇതാണ്. മുകളിലോട്ടും താഴോട്ടും ഉള്ളൊരു ജീവിതത്തിലേക്ക്, ഈ മുകളിലോട്ടും താഴോട്ടും ഓടി അവസാനം നമ്മൾ ഈ താഴോട്ട് പോയി തീരും. ഈ ഫോണിൽ നിന്ന് മനുഷ്യനെ എങ്ങനെ കരകയറ്റാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത്. ഈ ഫോണിൻ്റെ ഈ ഭീകരമായിട്ടുള്ള, ഈ പൈശാചികമായിട്ടുള്ള ഈ വശീകരണത്തിൽ നിന്ന്. കാരണം സിനിമ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, എല്ലാം ഉണ്ടല്ലോ അതിനകത്ത്. ഇപ്പോൾ ആൾക്കാർ പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാതെ ഓൺലൈൻ ബുക്കിങ്ങിലോടുകൂടെ ഭക്ഷണം പോലും വീട്ടിൽ അങ്ങനെ ബുക്ക് ചെയ്താൽ വീട്ടിൽ കൊണ്ടു കൊടുക്കും. അതാ ഒരു ഭക്ഷണം, ഒരു ചിക്കൻ എന്ന് പറഞ്ഞു, എന്ത് ചിക്കൻ, എന്നത്തെ ചിക്കൻ ഒന്നും അറിഞ്ഞൂടാ, നേരെ ബുക്ക് ചെയ്താൽ കൊണ്ടു കൊടുക്കും, കഴിച്ച്. അതുണ്ടാക്കുന്ന ശാരീരികവും മാനസികവുമായ അവസ്ഥകളൊക്കെ പിന്നീടാണ്. അങ്ങനെ നമ്മൾ ഈ ചെന്ന് ചേരുന്ന ഇത്തരം ഭീകരമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ പോക്ക്, ഈ ഒരു മൊബൈൽ, ഒരു കഷ്ണം മൊബൈൽ, തെങ്ങ് കയറുന്ന ആളിനെ പരസ്യത്തിൽ കണ്ടിട്ട്, തെങ്ങ് കയറുന്ന ആളിന് പോലും
അവൻ സംസാരം ഫോൺ വെച്ചുകൊണ്ടാണ് തെങ്ങി കയറുന്നത്. എല്ലാത്തിനും നമ്മൾ ഫോണിന് അഡിക്റ്റായിപ്പോയി. ഫോണില്ലാത്ത ആൾക്കാരെ വളരെ വിരളമായിട്ട് കാണുന്നു. ഇപ്പോൾ പ്രണയം കണ്ടില്ലേ, നമ്മൾ രാത്രിയും പകലൊന്നും ഉറക്കമില്ലല്ലോ, ആ മനുഷ്യന് ഉറക്കമില്ല, കംപ്ലീറ്റ് ഫോണിലാണ്. ഈ പറയുന്നത് ഞാനും എൻ്റെ അവസ്ഥ ഇത് തന്നെ, ഞാനിതൊന്നും മാറ്റമൊന്നുമുള്ള ആളല്ല. ഇപ്പോൾ പിന്നെ ഈ ശാരീരികമായ എന്തെങ്കിലും ഈ ഡയബറ്റിക്കൊക്കെ ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ രാവിലെ നടപ്പുമൊക്കെ ഉണ്ട്, വയസ്സ് പ്രായത്തിൻ്റെയൊക്കെ ഉണ്ടെങ്കിലും ഫോണെന്ന് പറയുന്ന ആ മാധ്യമത്തിലേക്ക് നമ്മൾ കമിഴ്ന്നു വീണു. അതുണ്ടാക്കുന്ന ദുരന്തം. എനിക്കറിയാവുന്ന ഒരമ്മ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു. എൻ്റെ മകൾ മുറിയിൽ നിന്ന് വെളിയിലിറങ്ങുന്നില്ല, അവൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അവൾ ഒരു വക പഠിക്കുന്നില്ല, അവൾ ഭയങ്കര സംഘർഷത്തിലാണ്. അപ്പോൾ ഞാൻ എന്താണ്, അവൾ വല്ല പ്രണയത്തിലും കുടുങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ എൻ്റെ മകൾ അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ കുട്ടിയെ കൊണ്ട് അമ്മ വന്നു വെമ്പായത്ത്. ഞാൻ ചോദിച്ചു അമ്മയൊന്ന് പുറത്തോട്ടിരിക്കാൻ പറഞ്ഞിട്ട് കുട്ടിയെടുത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് കേട്ടാൽ ഞാൻ ഞെട്ടിപ്പോയി. യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൾ ഒരേ സമയം 4 ആൺകുട്ടികൾക്ക് കത്ത് കൊടുത്ത കഥയാണ് അവൾ പറയുന്നത്. 4 കുട്ടികളെ പ്രണയിക്കുന്നതായിട്ട് അവൾ അഭിനയിച്ചു. ഞാൻ എന്തിനാണ് അങ്ങനെ, അല്ല എനിക്കങ്ങനെ തോന്നി. എന്നിട്ട് അതിലൊരുത്തൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം ഇവളുടെ പ്രണയലേഖനങ്ങൾ ആ കുട്ടിയൊന്നും പഠിക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ ഈ കുട്ടിയെ വിളിച്ചു. എന്തിനാണ് എൻ്റെ മകനെ നീ എപ്പോഴും വിളിക്കുന്നത്, നീ എൻ്റെ മകനെ പഠിക്കാൻ സമ്മതിക്കാത്ത എന്താ? ഒന്ന് ആലോചിക്കണം. ഈ കുട്ടിക്ക് യാതൊരു വികാരമില്ല. ഈ സ്നേഹം പ്രണയം എന്നൊക്കെ പറയുന്നത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? രണ്ടുപേർ തമ്മിൽ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ശരി, പ്രാണനിൽ നിന്നുണ്ടാകുന്നതാണ് പ്രണയം. ഇതൊന്നുമില്ല. ആ കുട്ടിക്ക് യാതൊരു വികാരമില്ല. ഞാൻ 4 കുട്ടികളുടെ ഭാവിയും അപ്പോൾ അവൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പ്രശ്നം എന്താണ്? അവൻ മരിക്കുന്നതല്ല പ്രശ്നം, അവൻ നിൻ്റെ പേരെഴുതി വെച്ചിട്ട് എൻ്റെ പേരെഴുതി വെച്ചിട്ട് അവൻ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ല പ്രോബ്ലം ഉണ്ടാവും? എന്ത് ലാഘവത്തോടാണ് ഇത് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഇത്തരം വിത്തുകൾ അവൾ 4 പേരെ ഒരേ സമയം കൊടുക്കുന്നുണ്ട്, 4 പേരെ ഒരേ സമയം അവൾ പ്രേമിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. പ്രണയത്തിലൂടെ അവൾ കാണുന്ന ഇതൊരു മനോരോഗമാണ്. ആൺകുട്ടികളുടെ മനസ്സിലേക്ക് വിഷവിത്തുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, പ്രണയത്തിൻ്റെ വിത്തിലൂടെ. അവരെ കൗമാരപ്രായമല്ലേ ആൺകുട്ടികളുടെ, അത് ഇട്ട് കൊടുത്തിട്ട് അവരിങ്ങനെ വിളിക്കുമ്പം എന്നിട്ട് ഇവളെ കുട്ടികളെ കാണിക്കുന്നത് അവൻ വിളിക്കണോ, മറ്റവൻ വിളിക്കുന്നു, അപ്പുറത്ത് വിളിക്കുന്നത്, ഇത് എന്തോന്നത്? അപ്പോൾ അവർ ഇന്നലെ കുട്ടി ഇങ്ങനെയല്ലേ. അപ്പം ഞാൻ അതിലെന്ത് ആത്മസംതൃപ്തിയാണ് ഈ പെൺകുട്ടി കിട്ടുന്നത്? നമ്മൾ കുട്ടികൾ ഇപ്പം എൻ്റെ അടുത്ത് പലരും കുട്ടികളില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം പറയും ആ ഭാഗ്യവാനാണെന്ന്. അതെന്താ സ്വാമി അങ്ങനെ പറയുന്നത്? നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സംഘർഷം, കുട്ടികൾ ഒരുപാടുള്ള കുട്ടികൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന മാതാപിതാക്കൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷം വളരെ വലുതല്ലേ. കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഫോൺ കൊടുക്കുമ്പം എന്തൊക്കെ തകരാറാണ്. കണ്ണിൻ്റെ പ്രശ്നം. ഞാനിന്നലെ അരവിന്ദ ആശുപത്രിയിൽ പോയിരുന്നു, ഹോസ്പിറ്റലിൽ. അവിടെ എല്ലാം കുട്ടികളാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. മുഴുവൻ ആശുപത്രി കണ്ണാശുപത്രിക്കാരുടെ സുവർണ കാലഘട്ടമാണ് ഈ കാലഘട്ടം. കണ്ണിനും തലയ്ക്കും ബ്രെയിനിനും രോഗാവസ്ഥയാണ്. ചിന്തിക്കാനുള്ള തല മുഴുവൻ പോയി, ചിന്തയില്ലല്ലോ, പെട്ടെന്ന് മറവി ഉണ്ടാകുക. എൻ്റെ അടുത്ത് അടുത്ത കാലത്ത് നമ്മൾ ഡോക്ടർ സതീഷ് പറഞ്ഞതാണ്. ഭയങ്കര ശാരീരികമായിട്ടുള്ള ഭീകരമായ അവസ്ഥകൾ. ഫോൺ ഉപയോഗിക്കാത്ത എത്രയോ ഡോക്ടർമാരുണ്ട്. ഫോൺ വേണ്ട, എന്തിനാണ് ഫോൺ? ലാൻഡ് ഫോൺ, ഞാൻ അവിടെ വെമ്പായത്ത് ലാൻഡ് ഫോൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് ഫോൺ നമ്പർ കൊടുക്കാമെന്ന് പറയണ്ടേ, ഇവിടുത്തെ ആണെങ്കിൽ ആൾക്കാർ വിളിക്കുമല്ലോ. അപ്പോൾ ഉള്ളപ്പോൾ എടുത്താൽ മതി. ലാൻഡ് ഫോണിൽ കിട്ടിയില്ലെങ്കിൽ, മൊബൈൽ ഫോണിൽ കിട്ടില്ലെങ്കിൽ ലാൻഡ് ഫോണിൽ വിളിച്ചോട്ടെ. കാറിൽ പോകണമെങ്കിൽ സ്പീക്കർ ഇടാമല്ലോ. കാരണം മൊബൈൽ ഫോണെന്ന് പറയുന്ന ഇതിൽ നിന്നുണ്ടാകുന്ന ഭീകരമായ വിപത്തുകൾ, ദുരന്തങ്ങൾ, ദുർമരണങ്ങൾ, തകർച്ചകൾ, ഇതെല്ലാം തന്നെ ഈ ഫോൺ ഉണ്ടാക്കുന്നതാണ്. എത്ര കുട്ടികളാണ് വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി തീരുന്നത്. ഫോണിൽ അഡിക്റ്റായ ഒരു പെൺകുട്ടി. അങ്ങനെയൊന്നും അല്ലായിരുന്നു അവൾ എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. നല്ലവണ്ണം ഒരുങ്ങി ഇവിടെ സുന്ദരിയാണ്. അവസാനം രാവിലെ ട്യൂഷനും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു പോകും. അടുത്ത കാലത്ത് വളരെ മോശമായ ഒരു അവസ്ഥയിൽ ഒരാൾ ഈ അച്ഛനെ വിളിച്ച് പറഞ്ഞു, മോളെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്, 2-3 ആണുങ്ങളുടെ കൂടെയാണ് പിടിച്ചത്. അയാൾ തകർന്നു പോയി. അവർ സ്വാമി എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്താൻ പറ്റി. എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നത്? ഒരു കുട്ടിയുടെ ഞാൻ ഒരു കാര്യം പറയും, ഈ പൂജ പരിഹാരങ്ങളൊന്നും തന്നെ ഒരു പരിധിക്കപ്പുറം പൂർവ്വജന്മ ദോഷം അനുസരിച്ചിട്ടുള്ള പരിഹാര ക്രിയകളൊക്കെ വളരെ ലഘുകരമാണ്. ഈ കലിയുഗത്തിലൊന്നും പ്രസക്തിയില്ല. ജ്യോതിഷ പണ്ഡിതന്മാർ തന്നെ പറയുന്നത് ഇതിനകത്തൊന്നും ഇത് ചെയ്താൽ പരിഹരിക്കപ്പെടുമെന്ന് അവർ പറയുന്നില്ല. ഇതൊക്കെ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇതിനകത്തൊരു പരിഹാരം എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഞാനത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
എൻ്റെ മുമ്പിൽ വരുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നശിച്ചു പോകുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിക്കുവാണ്. നമ്മൾ ഏത് മാളിലൊക്കെ ചെന്നാലും കാണുന്ന കാഴ്ചകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. നമ്മൾ ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ്. കാലം മാറി, കാലഘട്ടം മാറി, എല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങളെ സൃഷ്ടിച്ച അച്ഛനമ്മമാരുടെ മനസ്സിൻ്റെയും അവരുടെ സ്വപ്നങ്ങൾക്കും ദുഃഖങ്ങൾ പകർന്നു കൊടുക്കരുത്. നിങ്ങളെ സന്ധ്യയ്ക്ക് വീട്ടിൽ കയറണം ഇല്ലേ? രാത്രിയായ പെൺകുട്ടികൾ രാത്രി കറങ്ങി നടക്കുന്നതൊന്നും ശരിയല്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ താഴെ വന്ന് സ്വാമിയെ കുറെ തെറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തനിക്ക് അനുഭവിക്കാൻ യോഗം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് കമൻസൊക്കെ വരും. എന്നാലും ഞാൻ പറയുവാണ്, വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ, നമുക്ക് നല്ല വസ്ത്രങ്ങൾ തരുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളൊന്ന് ഓർക്കണം. നല്ലതാണ്. സ്നേഹവും പ്രണയവും ഒക്കെ പോയി പെട്ടാലും അവൻ വഞ്ചിക്കുന്നവനാവരുത് ദൈവമേ. ഞാൻ ഒരു സംഭവം പറഞ്ഞു. ഒരു പെൺകുട്ടി ഈ നമ്മുടെ മാളിൽ വെച്ചിട്ട് ഒരാളെ കാണുന്നു. ആ കുട്ടി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അയാളെ പിന്തുടരുന്നു. ആ കുട്ടിക്ക് അയാളോട് എന്തോ ഇഷ്ടം തോന്നുന്നു, ആകർഷണം തോന്നുന്നു. അവർ തമ്മിൽ ഒരു മേശപ്പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നു, പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. അവർ തമ്മിൽ ആത്മബന്ധം ഉണ്ടാവും. ഒരു മാളിൽ വെച്ച് കണ്ട ഒരാളാണ്. ആത്മബന്ധം ഉണ്ടാകുന്നു. ഈ കുട്ടിക്ക് അവനുമായിട്ട് ഭയങ്കര ഇഷ്ടം ഉണ്ടാകുന്നു. ഇവർ തമ്മിൽ സിനിമ കാണുന്നു. വേറെ മോശമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരു ബന്ധങ്ങൾക്കും ഉള്ളതേ അല്ല. അപ്പോഴൊന്നും എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അമ്മ മരിച്ചു, അപ്പോൾ കല്യാണമൊന്നും കഴിക്കണില്ല, കുറച്ച് സ്വത്തൊക്കെ ഉണ്ട്, വിവാഹമൊന്നും വേണ്ട, എന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ IT കാരനാണ്, ഒരു ഘട്ടം കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇതൊക്കെ കളഞ്ഞു അല്ലേ, ഹിമാലയത്തിലേക്ക് പോയി ആത്മീയമായ ലൈനിൽ സഞ്ചരിക്കാൻ എനിക്കിഷ്ടം, ഞാനിങ്ങനെ കടന്നു. ഇവൻ്റെ ഭൗതികം, ഇവൻ്റെ ചിന്തകളും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുട്ടി അന്തം വിട്ടു. കാരണം ഇവൻ പറയുന്നതൊക്കെ തന്നെ ഇൻ്റലക്ച്വലായിട്ടുള്ള കഥകളാണ്. ഈ ഓഷോയുടെയൊക്കെ പ്രണയപരമായിട്ടുള്ള വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ പെൺകുട്ടി, ഇവക്കൊരു 10-21 വയസ്സേ ഉള്ളൂ. ഇവളാണെങ്കിൽ ഒരുത്തനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് അവനേക്കാൾ നല്ലത് ഇവനാണെന്ന് തോന്നിയത്. അവന് ഇത്തിരി തടിയും മുടിയും ഒക്കെ ഉണ്ട്. അവന് ഇതുപോലൊന്നും ഇഷ്ടമല്ല. അവന് ഈ പ്രേമത്തിൻ്റെ വേറെ വളഞ്ഞ വഴികളൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവനെ കളഞ്ഞു. യവനാണെങ്കിൽ ഭാവാസുന്ദരമായി സംസാരിക്കും. പിടിപ്പെട്ടു. പക്ഷെ അവന് അതിനകത്തൊരു അത്ഭുതം സംഭവിച്ചത്, ദൈവത്തിന് അവരുടെ അമ്മ ഗുരുവായൂർ ഭക്തയാണ്, കൃഷ്ണൻ്റെ ഭക്തയാണ്. അപ്പോൾ അങ്ങനെ ഇവളെ കൊണ്ട് നിർബന്ധിച്ച് സുന്ദരമായും സുഖകരമായിട്ടും ഇവൻ്റെ കൂടെ 2 ദിവസം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ ഭഗവാൻ കൃഷ്ണൻ അവർ വരയ്ക്കും, നല്ലപോലെ കൃഷ്ണനെ വരയ്ക്കും, തുണിയിൽ കൃഷ്ണനെ തയ്ക്കുകയൊക്കെ ചെയ്യും. കൃഷ്ണൻ കളിപ്പിക്കുമല്ലോ. കൃഷ്ണ ഭഗവാൻ അങ്ങനെയാണ്, കളിപ്പിക്കും, മനുഷ്യനെ കളിപ്പിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് എൻ്റെ അനുഭവത്തിലുള്ളതാണ് പറയുന്നത്. ഞാൻ ഒരു കഥ, ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു തരാം. ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഞാൻ പറയുവാണ്. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം പറയാം. അവിടെ പോയി, ഈ ഗുരുവായൂർ ഈ കുട്ടിയെ അവിടെ നിർബന്ധിച്ചു കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നാണ്. ഇവൻ്റെ യഥാർത്ഥ ഭാര്യ ഒരു കൊച്ചുമായിട്ട് അവിടെ നിൽക്കണു, ആ മറ്റേ വിളക്കിൻ്റെ മുമ്പിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കൃഷ്ണൻ കളിച്ച ഒരു കളിയേ, ആ അമ്മ കൃഷ്ണനെ വിളിക്കേണ്ട ഒരു കളിയേ, അവൾ ഉരുകിപ്പോയി എന്നാണ്. അല്ലൊരു അവൻ വളരെ സന്തോഷപൂർവ്വം ഇവിടെ ഇത് ചെയ്യുന്നു. അവൻ്റെ സുന്ദരിയായ ഒരു ഭാര്യയും ഇവനായി വാർത്തെടുത്ത പോലെ ഒരു കൊച്ചുമായിട്ട് നമ്മുടെ ഗുരുവായൂർ നിലവിളക്കിൻ്റെ മുമ്പിലത്തെ മഞ്ചാടി ഗുരു വായിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ മുമ്പിലങ്ങാണ്ട് തകർന്നു പോവില്ലേ മനുഷ്യൻ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ജീവിതം. അവൻ കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ ആ കൃഷ്ണഭഗവാൻ അവരുടെ ഭക്തി തന്നെയാണ് നമ്മളിത് പറയണ്ടേ. ഈ പെൺകുട്ടി അവൻ എന്ത് ചെയ്തേനെ? എന്നിട്ട് അവൻ കൈമലർത്തും. ആ കൈമലർത്തുന്ന ഒരുപാട് കഥകൾ ഞാൻ ഈ ബുക്ക് നിറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല. എന്ത് ചെയ്യാനാണ്? ആ അമ്മ പറയുന്നത്, സ്വാമി ഇവൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുമെന്ന്. ആ ഭാര്യയെ കണ്ടാൽ, അവരുടെ അതാണ് പറയുന്നത്, ആ ഭാര്യയെ കണ്ടാൽ ഇവൻ എങ്ങനെയാണ് മറ്റൊരു കുട്ടിയെ സ്നേഹിക്കാൻ തോന്നുന്നത്? ആ കുഞ്ഞിനെ കണ്ടാൽ എങ്ങനെയാണ് തോന്നുന്നത്? അവനൊരു മനുഷ്യനാണോ അതോ മൃഗമാണോ? മൃഗങ്ങളെ പറ്റി ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. മൃഗങ്ങളൊക്കെ വളരെ നമ്മളെ കണ്ടാൽ, നമ്മൾ ഇച്ചിരി പുല്ലിട്ട് കൊടുത്താൽ പശു നമ്മളെ സ്നേഹിക്കും, നക്കും. നായ്ക്കളാണെങ്കിൽ വാലാട്ടും. മനുഷ്യരങ്ങനല്ല, തിരിഞ്ഞു നടക്കും സ്നേഹിച്ചാൽ. നമ്മൾ പിന്നെ ശ്രീകൃഷ്ണൻ്റെ കാര്യത്തിലേക്ക് വന്നാലൊരു കാര്യം, ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ എനിക്കറിയാം. ഇന്നിപ്പോൾ ഇന്ന് തന്നെ ഒരു പെൺകുട്ടി വിളിച്ചു. എന്താണ്? അവൾ ഭയങ്കര കൃഷ്ണഭക്തയാണ്. കൃഷ്ണന് അപ്പുറത്തേക്ക് ഭർത്താവും മക്കളും ഒന്നുമില്ല, മകനും മക്കളൊന്നുമില്ല, മകനോ മകളോ ഒക്കെ ഒന്നുമില്ല, എല്ലാം കൃഷ്ണനാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയപ്പോൾ
അവർക്ക് ഭയങ്കരമായിട്ടിട്ട് ഒരു മഞ്ചാടിക്കുരു കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. മഞ്ചാടിക്കുരു വേണം. അപ്പോൾ ഇത്രയും കൃഷ്ണനെ ഭജിച്ചിട്ടും ഇനി ആ നിന്ന സ്ഥലത്ത് നിന്ന് എനിക്കൊരു മഞ്ചാടിക്കുരു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ ഭഗവാനെ കുറേ നേരം ഭജിച്ചു സ്വാമി. പക്ഷേ ഞാൻ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ വീടിൻ്റെ ഉമ്മറത്തൊരു മഞ്ചാടിക്കുരു കിടക്കുന്നു. ഞാനതിനെ പെട്ടെന്ന് എടുത്തുകൊണ്ടുവന്ന് വെച്ചു. അത് അവർ പറയുമ്പോൾ അവരിലെ കൃഷ്ണഭക്തിയിൽ നിന്നുണ്ടായ ആത്മപരമായിട്ടുള്ള ആ പ്രാണനിൽ നിന്നുണ്ടാകുന്ന ഒരു സംതൃപ്തി അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ അങ്ങനെയാണല്ലോ. നമ്മൾ മഹാഭാരതം എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനെ ഒരുപാട് പിടിച്ചു കഴിഞ്ഞാൽ കളിപ്പിക്കും, നല്ലവണ്ണം കളിപ്പിക്കും. നമ്മുടെ കേക്കൊണ്ടാരനെ കളിപ്പിച്ചില്ലേ? അതുകൊണ്ട് കൃഷ്ണഭക്തി മുറുകെ പിടിച്ചിരിക്കുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, കൃഷ്ണൻ തരുന്ന ചില കളികളുണ്ട്. ആ കളിക്കകത്തൂടെ ആ കളികളിൽ പെട്ട് ആ കളികളിൽ നിന്ന് ഉരുണ്ട് അപ്പുറത്തേക്ക് കടക്കാനും കൂടെ ഉള്ള മനസ്സൂടെ വേണം. ഭഗവാൻ അങ്ങനെയാണ്. ഇപ്പം ഞാൻ അധർമ്മഭാരതം എന്ന് പറയുന്ന പുസ്തകം എഴുതി. അധർമ്മഭാരതത്തിൽ ഉടനീളം അധർമ്മങ്ങളെക്കുറിച്ചാണ് ഞാൻ എഴുതിയേക്കുന്നത്. മഹാഭാരതത്തിലെ ദുര്യോധനാണ്. ഈ ഭഗവാൻ കൃഷ്ണൻ കാണിച്ച നീചമായ കർമ്മങ്ങൾക്കെതിരെയാണ് ഞാൻ എഴുതിയത്. എല്ലാം ചതിച്ചും എല്ലാം ചെയ്യും. അവിടെ തന്നെ ഞാൻ ഈ പുസ്തകം എഴുതിയിരുന്നപ്പോൾ ഇതെങ്ങനെയാണ് പുറത്തു വരുന്നത് ഭഗവാനെ, ഈ പുസ്തകം പുറത്തു വന്നാൽ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നു. എനിക്കിപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. ഉറങ്ങാൻ കിടന്നിട്ട് രാത്രിയാകുമ്പോൾ ഒരു 2:30-3 മണിയായി കാണും. ഒരു കതവ് തുറക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ കിടക്കുന്ന മുറിയിൽ സ്വപ്നം, ഞാൻ അഗാധമായ നിദ്രയിലാണ്. അവിടെ ഒരു സ്റ്റൂൾ കിടപ്പുണ്ട്. ഒരു ചെറിയ ആനക്കുട്ടി നടന്നു വന്ന് ഈ സ്റ്റൂളിൽ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇങ്ങനൊരു മുദ്ര കാണിക്കുന്നതായിട്ടും തോന്നി. ഞാൻ ഞെട്ടി ഉണർന്നു. ഒന്നുമില്ല, ആരുമില്ല മുറി. ഞാൻ ഒരു നിമിഷം അങ്ങനെ, കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു സ്വപ്നങ്ങളൊന്നും കാണുന്ന ഒരാളല്ല. ഇതുപോലുള്ള സ്വപ്നങ്ങളൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടു. ഒറ്റ സ്വപ്നം ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടപ്പോൾ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഭഗവാൻ. ഈ വ്യാസഗുഹയിൽ, ഹിമാലയത്തിലെ വ്യാസഗുഹയിൽ ഞാൻ ഇരുന്നിട്ടുള്ളതാണ്. 7 തവണയും പോയപ്പോൾ അവിടെ ഞാൻ അവിടെ ഇരുന്നിട്ടുള്ള. ആദ്യ തവണ മാത്രമാണ് എനിക്ക് അവിടെ ഇരുന്ന് ജപിക്കാൻ പറ്റിപ്പോയി. കാരണം എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നീട് ഞാൻ വളരെ നേരെ ഇരുന്നിട്ടുണ്ട് ആ ഗണപതി ഗുഹയിൽ. കാരണം ഈ മഹാഭാരതം എഴുതിയ ഗുഹയാണ്. ഗണപതിയെ കൊണ്ട് വ്യാസൻ എഴുതിപ്പിച്ച ഗുഹയിൽ നമ്മളൊരു പ്രത്യേക മൂഡാണ് അവിടെ. ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ തന്നെയാണ് എല്ലാം. അപ്പോൾ ഉടനെ തന്നെ ഞാൻ പേപ്പർ എടുത്ത് ഒരു ഒറ്റ പേജ് എഴുതി. ആ പേജാണ് ആ പുസ്തകത്തിൻ്റെ സക്സസ്. കാരണം ഭഗവാൻ കൃഷ്ണൻ ഈ അധർമ്മങ്ങളൊക്കെ എന്തിനാണ് ചെയ്തു എന്ന് കാട്ടിത്തരികയാണ് നമുക്ക്. എന്ന് പറഞ്ഞാൽ സാക്ഷാൽ അവതാര പുരുഷനായ ഞാൻ ഈ അധർമ്മങ്ങളെല്ലാം ബന്ധുത്വത്തിൻ്റെ പേരിലും സൗഹൃദത്തിൻ്റെ പേരിലും കൂട്ടു നിൽക്കുമ്പോൾ എനിക്കെൻ്റെ കുലം മുഴുവൻ നശിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മുമ്പിൽ. സാധാരണ മനുഷ്യനായ നീ ഇതൊക്കെ ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. എന്തായിരിക്കും നീ ചിന്തിക്കാൻ പറഞ്ഞതാണ്. അപ്പം നമുക്കങ്ങനെ ഒരു ഫീലുണ്ടായി എനിക്ക്. ഞാനത് എഴുതുകയും ചെയ്തു. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെയൊക്കെ ഭജിച്ചോളൂ, ഗുരുവായൂരൊക്കെ ഒരുപാട് തവണ പൊക്കോളൂ. കൃഷ്ണൻ തരുന്നതൊക്കെ തന്നെ മേടിക്കാനുള്ള ശക്തി കൂടെ വേണം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കൂടെ പറയാം. ഞാനൊരു ദിവസം അവിടെ നിൽക്കുമ്പോൾ ഒരു വയസ്സായ ആൾ ഒരു കഴുത്തിൽ ബാഗും വെച്ച് ഈ തൂണും ചാരി ഇങ്ങനെ നിൽക്കുന്നു. പുള്ളിയുടെ ലക്ഷണത്തിൽ നല്ല ആഠ്യത്വമുള്ള ഏതൊരു മനുഷ്യനാണ്. ഞാൻ ഈ മുടി താടിയൊക്കെ വളർത്തി ഇങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ ചെന്ന് കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു. ഒരു കാര്യമില്ല. അപ്പോൾ പുള്ളി ആദ്യം അങ്ങോട്ടങ്ങ് നീങ്ങി നിന്നു, ഒന്നും പറയാതെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം എവിടെന്നെങ്കിലും, ഇത് നല്ല തേജസ്സാണ് കണ്ടാൽ. ഒരു മഞ്ഞ ഷർട്ടും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മുണ്ടൊക്കെ കൊടുത്തൊരു വലിയ ബാഗ് ഇങ്ങനെ വെച്ചിട്ട് പുള്ള ചിന്തയൊന്നും അവിടെ എങ്ങുമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു. സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ഒരു തഹസീൽദാറാണ്. അദ്ദേഹം ഓർമ്മയില്ല, വീട് വിട്ട് വന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിനെ സ്വീകരിച്ച് അദ്ദേഹത്തിനെ കൊണ്ടുപോയി അവിടെ ആൾക്കാരെ കണ്ടുപിടിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കണു. ഇല്ലേ? നമ്മളെപ്പോലെ ഒരാളെ കണ്ട് അയാളെ ബാഗിന് കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു. ഭാര്യയുടെ വളകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഭാര്യ മരിച്ചുപോയി. ഭാര്യയുടെ വളകളൊക്കെ ഈ ബാഗിലാക്കി കൊണ്ടുവന്ന് അദ്ദേഹം ഗുരുവായൂർ ഇങ്ങനെ ചായ നിൽക്കുകയാണ്. കുറേ വളരെ നേരം ഒരു കാര്യം ഇങ്ങനെ പൊക്കി വെച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ മുറുകെ പിടിച്ച ഭാര്യയും ഭഗവാൻ കൃഷ്ണനെ മുറുകെ പിടിച്ച ഭർത്താവും വയസ്സാകാലത്ത് മക്കളിൽ നിന്ന് ഇറങ്ങി എന്തോ പണങ്ങും, നിസ്സാര പണക്കമായിരിക്കും. പഴയ ആൾക്കാരൊക്കെ ഇല്ലേ പണങ്ങും. ഒന്ന് ഇവിടെ നിന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ, നമ്മൾ റോഡേ പോയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ കൃഷ്ണൻ കൊണ്ടെത്തിക്കും അവിടെ. അതുകൊണ്ട് ഈ പ്രണയിക്കുന്നതൊക്കെ നല്ലത് തന്നെ. മനുഷ്യൻ്റെ മനസ്സിന് ഊർജ്ജം കിട്ടുന്ന സാധനം തന്നെയാണ് പ്രണയിക്കുന്നത്.
പ്രണയത്തിനൊന്നും ദോഷമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ ആപത്തുകളിലും വിപത്തുകളിലും പോയി പെടാതിരിക്കുക. പെട്ട് കഴിഞ്ഞാൽ ജീവിതം ഒന്നേ ഉള്ളൂ, ഒറ്റ ജീവിതമേ ഉള്ളൂ. ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെയും, ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനെയും പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കലിയുഗമാണ്. ആ കലിയുഗത്തിൽ അതെല്ലാം മാറും, എല്ലാം താറുമാറായിട്ടൊക്കെ വരും. പക്ഷെ ത്രേതായുഗത്തിൽ നിന്ന് ദ്വാപരയുഗത്തിലേക്ക് വരുമ്പം ഇല്ലേ, ദ്വാപരയുഗം വരുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ കാലമായി. ആ കാലത്ത് അതിന് കലിയുഗത്തിലേക്ക് പോകും, സത്യയുഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ചില വിഷയങ്ങളുടെ തുടക്കം ഇതിനകത്ത് കടന്നു കിട്ടുന്നുണ്ട് നമ്മുടെ ഇതിനകത്ത്. അതുകൊണ്ട് പെൺകുട്ടികൾ അവരുടെ ചില നിമിഷങ്ങളിൽ, ചില ഘട്ടങ്ങളിൽ കല്യാണം കഴിഞ്ഞാൽ ഇതുപോലെ കല്യാണം കഴിച്ചവന്മാർ പ്രണയിച്ച് പറയാതെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്വാമി ഇത് പറയണോ വേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവൾ കല്യാണം കഴിക്കണമെന്ന് പറയുകയാണ്. 2 പിള്ളേരുള്ളവർ തന്നെ എൻ്റെ അടുത്ത് പറയുവാണ്. ഞാൻ ആര് എങ്ങനെ അല്ല, നമ്മളിപ്പം എങ്ങനെങ്കിലും ഭാര്യയുടെ മനസ്സൊന്ന് മാറ്റി ഇവളെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ നിർത്താൻ വല്ല മന്ത്രങ്ങളുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കണം. മന്ത്രങ്ങളെ 2 പെൺകുട്ടികളുണ്ട്, കല്യാണം കഴിച്ച് ഒരുത്തൻ, വേറൊരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറയുകയാണ്, അവളെ അമ്മയെ നോക്കിയൊക്കെ കഴിയുവാണ്, കല്യാണമൊന്നും കഴിക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങളായതുകൊണ്ട്. അപ്പോൾ അവിടെ പൈപ്പിൻ്റെ മോട്ടർ കറണ്ട് പൈപ്പ് നോക്കാൻ, പൈപ്പിൻ്റെ മീറ്റർ നോക്കാൻ ഒരാൾ വന്നു, പൈപ്പിൻ്റെ ലൈറ്റിൻ്റെ മീറ്റർ നോക്കാൻ ഒരാൾ വന്നു. അവൻ നോക്കി പോയിട്ട് രാത്രി ഇവിടെ നമ്പർ എടുത്ത്, കാരണം അമ്മ മാത്രമേ ഉള്ളൂ, നീ എവിടെ എൻ്റെ നമ്പർ മേടിച്ചു. പിന്നെ ഫോൺ വിളിയാണ് രാത്രി. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, നിനക്ക് സുന്ദരിയായ ഭാര്യയില്ലേ, നിനക്ക് മകനില്ലേ എന്ന്, പിന്നെ എന്നെ കൂടെ എന്തിനാണ്? അത് ഞാൻ നിന്നെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചോളാം ദൂരത്ത്, ഒരു കുഴപ്പമില്ല, അവൾ അറിയത്തൊന്നുമില്ല. മനുഷ്യൻ അപ്പോൾ ഒരു ഭാര്യ വിശ്വസിച്ച് വീട്ടിലിരിപ്പുണ്ട് ഇല്ലേ, ഒരു ഭാര്യ വിശ്വസിച്ച് വീട്ടിലിരിപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് ഈ പ്രണയം ഉണ്ടായിക്കോട്ടെ, ഇഷ്ടം ഉണ്ടായിക്കോട്ടെ, ഇതൊക്കെ ഭയങ്കര ചതിവല്ലേ ചെയ്യണത്? മനുഷ്യന് ശാന്തി ഉണ്ടാകണമെങ്കിൽ അവൻ്റെ ഭൗതിക സുഖങ്ങളിൽ നിന്ന് അവൻ്റെ മനസ്സിനെ വേർപെടുത്തിയെടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ അവന് മനസ്സിന് ശാന്തി. ഇപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടായി, കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികൾക്ക് വസ്ത്രം വാങ്ങിക്കണം, ലോൺ എടുക്കണം, വീട് വെക്കണം. ഇതുപോലെ ബാധ്യതകളുടെ മുമ്പിൽ മുങ്ങിപ്പോകുന്ന ഒരു വലിയ കുടുംബം, ബാധ്യതകളുടെ മുമ്പിൽ മുങ്ങിപ്പോകുന്ന, ഇന്നലെ വരെ ജീവിച്ച പോലെ ഇനി ഇന്ന് ജീവിക്കാൻ പറ്റുമെന്നുള്ള നമുക്കറിയത്തില്ല. പണത്തിന് മൂല്യമില്ലാത്ത അവസ്ഥ. സ്വർണത്തിന് 1 ലക്ഷം രൂപ ആവാൻ പോവുകയാണ്. ഒരു പെൺകുട്ടിയെ കെട്ടിച്ച് 25 പോകണമെങ്കിൽ 25 ലക്ഷം രൂപ വേണം. കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ 50 ലക്ഷം രൂപ വേണം. എല്ലാവരും ഞാൻ ചോദിക്കേണ്ട ഒരു കാര്യം, വിദേശത്ത് വിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, വിദേശത്ത് വിയറ്റ്നാമിലും ചൈനയിലും ഒക്കെ ആയിട്ട് പിള്ളേരെ ഡോക്ടറാക്കാൻ പോകണം. എന്തിനാണത്? ഇവിടെ ഇന്ത്യക്കില്ലാത്ത സൗന്ദര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യക്കില്ലാത്ത സൗകര്യം ലോകത്തൊരിടത്തുമില്ല. പഠിച്ച് നിൽക്കുന്ന എത്രയോ പേര് ഇവിടെ വന്ന് ഇന്ത്യയിൽ വന്നൊരു പരീക്ഷ എഴുതണം. ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാൻ. നല്ല പണം വേണം, പണമല്ല നല്ല ബുദ്ധി വേണം. ഇതൊക്കെയുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യം. നമ്മുടെ തകർന്നു പോകുന്ന തലമുറയോട് എനിക്ക് പറയാനുള്ളതും, മനസ്സ് തകർന്ന് ജീവിക്കുന്ന മാതാപിതാക്കൾ, സംഘർഷങ്ങളോട് ജീവിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയുന്നുള്ളൂ, നിങ്ങൾ ദൈവത്തിനെ വിളിക്കുക. ഉണ്ടെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ, ദൈവമേ എൻ്റെ കുഞ്ഞ് വെളിയിലോട്ട് പോയിരിക്കുകയാണ്, ആപത്തൊന്നും ഉണ്ടാവാൻ തിരിച്ചു വരണേ എന്ന്. ഒരു വക്കീൽ എന്നോട് പറയുന്ന ഒരു കഥയും കൂടെ പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാം. ഒരു വക്കീൽ ഒരു വണ്ടി മേടിച്ചു. വണ്ടി മേടിച്ചപ്പോൾ പറഞ്ഞു, വണ്ടി മേടിച്ച് പൈസയൊക്കെ കൊടുത്ത വണ്ടി എടുക്കാൻ നേരത്ത് ആ വീട്ടുടമ വണ്ടി നോക്കിയിട്ട് വക്കീൽ പറഞ്ഞു, അയ്യോ ഇതിനകത്ത് ഇൻഷുറൻസ് തീർന്നു പോയല്ലോ. ഞാൻ ഒരാളുടെ വിധിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, വക്കീൽ ഇതിവിടെ ഇട്ടേക്കൂ, ഞാൻ നാളെ ഇതിനെടുത്തിട്ട് ഞാൻ വക്കീലിന് തരാം. അത് കുഴപ്പമില്ല, ഇന്നത്തെ ഒരു കാര്യമുണ്ട്, നാളെ രാവിലെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഈ വണ്ടിയെടുത്ത് വണ്ടി യാത്ര ചെയ്തു. യാത്ര ചെയ്ത് ഒരിടത്ത് നിർത്തി ഒരു ചായ കുടിച്ചിട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. പുതിയ വണ്ടിയാണ്, സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ്. ഭാര്യയെയും കുടുംബക്കാരെയും കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ്. ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു വണ്ടി നിർത്തി. ഡോർ തുറക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു ബൈക്കുകാരൻ പയ്യൻ, 10-23 വയസ്സേ ഉള്ളൂ, ചീറി വന്ന് തുറന്ന ഡോറിലേക്ക് ഒരു ഒറ്റയിടിയാണ്. അവിടെ ഓൺ ദ സ്പോട്ടിൽ തീർന്നു. ഇൻഷുറൻസ് ഇല്ല വണ്ടിക്ക്. കഴിഞ്ഞ 20 വർഷമായി കോടതിയിൽ കയറി ഇറങ്ങുക. ആലോചിച്ചു, ഒരു നിമിഷത്തെ അശ്രദ്ധ, ജീവിതത്തിൽ ഉണ്ടാകുന്ന അശ്രദ്ധകളെക്കുറിച്ച്. ചെറിയ ഒരു കാര്യമാണ്, ചെറിയ അശ്രദ്ധകൾ. ഇപ്പോൾ 2 പിള്ളേരുള്ളവരൊക്കെ തന്നെ ഉപേക്ഷിച്ചിട്ട് നേരെ ഹോട്ടൽ മുറിയിൽ പോയിട്ട് അവിടെ ചോരത്തിൽ കഴുത്തറത്തൊക്കെ കൊല്ലുന്നില്ലേ? എന്തോ ഡെയിലി വാർത്തകളല്ലേ? അതുകൊണ്ട് അശ്രദ്ധകളെ, നമ്മളെ നിസ്സാരമായി തള്ളിക്കളയുന്ന പലതിനെയും പിന്നീടുണ്ടാക്കുന്ന ഭീകരമായ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് ഓർക്കണം. ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാനതിനെക്കുറിച്ച് പറഞ്ഞു വന്നാലും ഇതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. ഒരു ഭാര്യ, ഈ ഭാര്യ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഭർത്താവ് വിദേശത്താണ്.
വിദേശത്തായതുകൊണ്ട് തന്നെ അവർക്ക് ഒറ്റയ്ക്കുള്ള ഏകാന്തതയിൽ അവർക്ക് ഫേസ്ബുക്കിൽ നിന്നൊരു കാമുകനെ കിട്ടി. അപ്പം അദ്ദേഹം വളരെ ഇവർക്ക് 2 കുട്ടികളുണ്ട്. അയാൾ നല്ല ഉദ്യോഗസ്ഥരാണ്. അവിടെ കിട്ടിയപ്പോൾ എന്ത് പറ്റി? ഇതങ്ങനെ ദൃഢമായ ഒരു സൗഹൃദമായിട്ട് മാറി. അവനിവിടെ അല്ല, അവനും വിദേശത്ത് തന്നെയാണ്, വേറെ 2 രാജ്യത്താണെന്നേ ഉള്ളൂ. ഇവർക്ക് ഈ പെൺകുട്ടിക്ക് വിട്ടുപറയാൻ പറ്റാത്ത, വിട്ടുപിരിയാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി എനിക്ക് ഞാനൊന്ന് കാണാൻ വരുവാണ്. ഞാൻ എന്തിനാണ്? അല്ല എനിക്കൊന്ന് വന്ന് കാണണം. ഞാൻ നിങ്ങൾ എന്തിനാണ് വെമ്പായം വരെ പറഞ്ഞേ? അല്ല ഞാൻ വന്നോളാം. അവിടെ വെമ്പായത്തി ഇന്ത്യയോടെ വന്നു. കാണാനൊക്കെ നല്ല കുട്ടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, വല്ല പ്രണയത്തിലും കുടുങ്ങിയോ? സ്വാമി ശരിക്കും എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ വയ്യ, മറ്റെല്ലാവരെയും ഉപേക്ഷിക്കാൻ വയ്യ. എന്ത് ചെയ്യും? എന്താണ് നമുക്ക് പറയാനുള്ളത് അങ്ങോട്ട്? ഒരു സൈഡിൽ കുട്ടികൾക്ക് വേണ്ടി മരുഭൂമിയിൽ ജോലി ചെയ്ത് പൈസ അയക്കുന്ന ഭർത്താവ്, മറ്റത് സ്വപ്നങ്ങൾ കൊടുക്കുന്ന ഭർത്താവ് കാമുകൻ. അവൻ ഇന്ത്യക്കാരനുമല്ല. ആലോചിച്ചു. ഒടുവിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അവരിങ്ങനെ ഒരു ദിവസം വന്നു, നേരിട്ട് വന്നു. ഇവിടെ നേരിട്ട് കണ്ടപ്പം ഈ സ്ത്രീ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്ത് പറയണം എന്നറിയത്തില്ല. എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ഈ കേസ് കെട്ടിൽ ദൈവത്തെ ഓർത്ത് എന്നെ വിളിക്കരുത്. ഞാനിതുപോലെ ചെന്ന് അഭിപ്രായങ്ങൾ പറയുകയും പെട്ടുപോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് എന്താണ്? അവനോട് ഹോട്ടലിൽ വന്നിട്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ടാണ് ഇയാൾ വിളിക്കുന്നത്. ഞാൻ വന്നിട്ടുണ്ട്, എനിക്ക് നേരിട്ട് കാണണം. അപ്പോൾ ഇവർ മാനസിക സംഘർഷമായി, കുട്ടികൾ ഉണ്ട്. പിന്നെ ഈ കാമുകനെ എന്ത് ചെയ്യും? എന്നെ പലവട്ടം വിളിച്ചു. ടീച്ചർ പറഞ്ഞു, ഇനിയിപ്പോൾ എടുക്കണ്ട, അവരുടെ നമ്മളൊന്നും പറയാൻ പോകണ്ട. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പിന്നെ സ്വാമി എൻ്റെ തലയിൽ വരും. ഇല്ലെങ്കിൽ തന്നെ വയ്യാവിലെ ഏറ്റുപിടിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ ഒഴിവായി, അവരുടെ ഫോൺ ബ്ലോക്ക് ചെയ്തു. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ടീച്ചറോട് പോയപ്പോൾ കണ്ടു, പോത്തീസിൽ വെച്ച്. അപ്പോൾ ഇവർ പെട്ടെന്ന് എന്നെ ആദ്യം ഒന്ന് സ്റ്റക്കായി ടീച്ചറുള്ളതുകൊണ്ട്. പിന്നെ അവരെൻ്റെ അടുത്തേക്ക് ഓടി വന്നു. സ്വാമി എന്നെ രക്ഷിച്ചു കേട്ടാ. ഞാൻ എന്തായി? അവനൊരു ക്രിമിനൽ കേസിൽ അവൻ രാജ്യാന്തര ആഭ്യന്തര കുറ്റവാളിയായിരുന്നു. ആലോചിക്കണം. അവൻ പെൺകുട്ടികളെ ഇതുപോലെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരു സൈക്കോപാത്തായിരുന്നു എന്നാണ് പറയുന്നത്. ഇവള് കൊന്നു കളഞ്ഞാനാ സ്വാമി. ഞാൻ വാതിലിന് ഇവൻ എൻ്റെ വീട്ടിലേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞു. അവനെ കട്ട് ചെയ്തു. ഇതാണ് സ്ഥിതി. ഈ ഫോണിൽ കൂടെയുള്ള സൗഹൃദങ്ങൾ, ഫോണിൽ കൂടെയുള്ള ഇത്തരത്തിലുള്ള എവിടുന്നോ ആരും പരസ്പരം അറിയാത്തവർ തമ്മിലുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ജീവിതം നശിപ്പിക്കുന്ന ഇത്തരം ബന്ധങ്ങളും സൗഹൃദങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ, വിവാഹം കഴിഞ്ഞ പുരുഷന്മാർ. നിങ്ങളൊക്കെ സംസാരിക്കും. ഞാനും സംസാരിക്കുന്നുണ്ട്. ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ എന്നെ ഇഷ്ടംപോലെ വിളിക്കും. ഞാൻ എല്ലാവരോടും സംസാരിക്കും. വളരെ എന്നെ വിളിക്കുന്നവർക്കെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമ്മളൊരു ഒരു വര ഇങ്ങനെ ഇടണം. വര ഇട്ടില്ലെങ്കിൽ, ആ ഒരു ലക്ഷ്മണരേഖ നമ്മൾ ഇട്ടില്ലെങ്കിൽ, ഒരു ലക്ഷ്മണരേഖയുടെ കഥ അറിയാമല്ലോ. ലക്ഷ്മണരേഖ, ശ്രീരാമൻ ഈ മാനിനെ പിന്തുടരും. സീതയ്ക്ക് ആഗ്രഹമുണ്ട് ഈ മാനിനെ വേണമെന്ന്. അങ്ങനെ ശ്രീരാമൻ ഇതിനെ പിന്തുടരും. അമ്പെയ്യുമ്പോൾ ഇത് ശ്രീരാമൻ്റെ ശബ്ദത്തിൽ നിലവിളിക്കുമ്പോൾ സീത പറയും, ഇതാണ്ട് എൻ്റെ ഭർത്താവിന് എന്തോ അപകടം പറ്റി, നിങ്ങൾ പോയി നോക്കാൻ. അപ്പോൾ ലക്ഷ്മൺ പറയും, ശ്രീരാമചന്ദ്രൻ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ സീത പറയും, നീ കോപിഷ്ഠ, നിങ്ങളുടെ ഭർത്താവിനെ, എൻ്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വിരഹം നീ കാത്തിരിക്കുകയാണോ? നീ ദുഷ്ടനാണെന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മണന് വേദനിക്കും. ലക്ഷ്മണരേഖ വരയ്ക്കും. ഇതിൻ്റെ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ സമയത്ത് ആണ് രാവണൻ വന്നിട്ട് സീതയെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ആ ലക്ഷ്മണരേഖ കവർ ചെയ്യും അപ്പുറത്തേക്ക്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ലക്ഷ്മണരേഖ വളരെ നല്ലതാണ്. നല്ല സൗഹൃദങ്ങളുമൊക്കെ ആരോഗ്യപരമാണ്. ആ സൗഹൃദങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കുന്നതൊക്കെ നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മളിത് നിത്യം കേൾക്കുന്ന വാർത്തകളിൽ അല്ലേ, ഹോട്ടൽ മുറികളിലേക്ക് പോയി കാമുകനോടൊക്കെ താമസിക്കുക, കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോവുക, ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോവുക, ഇല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോവുക. ഇത് നിരന്തരം കൊലപാതകങ്ങളും 2 ദിവസം കഴിയുമ്പോൾ ആ കേസൊക്കെ അങ്ങ് പോകും. ദാരുണമായി കൊല ചെയ്യപ്പെടുന്ന ഒരുപാട് കൊലപാതകങ്ങൾക്ക് പിന്നിലൊക്കെ ഇതുപോലെ ആത്മസംഘർഷങ്ങളിൽ, ഭൗതികതയിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘർഷങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് മാറി വരുന്ന ലോകത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടത്. അമ്മമാരും അച്ഛനമ്മമാരും അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നത് സ്വയം. ഇതാണ് ലോകം ഇപ്പോഴത്തത്. ഈ ലോകമായിട്ട് എങ്ങനെയാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ കഴിയുന്നത്?
ഏറ്റവും നല്ല സൗഹൃദങ്ങൾ ആരൊക്കെയാണ് എന്ന് എൻ്റെ ഭർത്താവ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് തന്നെയാണ് ഏറ്റവും നല്ല സൗഹൃദം, എൻ്റെ ഭാര്യ തന്നെയാണ് ഏറ്റവും നല്ല സുഹൃത്ത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരു പരിധിവരെയൊക്കെ ബാക്കിയുള്ള സൗഹൃദങ്ങളൊക്കെ ആകും, തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും അനുകൂലമല്ല. അതുകൊണ്ട് ജീവിതം, ഈശ്വരൻ തന്ന ജീവിതം പുണ്യമായിരിക്കണം, പരിപാവനമായിരിക്കണം. നല്ല സൗഹൃദങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ, മനസ്സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. ശാന്തമായ മനസ്സ്, അലകടലിലെ തിരമാലകളില്ലാത്ത ഒരു മനസ്സുണ്ടാകട്ടെ. കുട്ടികളെ നല്ലവണ്ണം വളർത്തുകയും ഭർത്താക്കന്മാരെ സ്നേഹിക്കുകയും ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുകയും നല്ല സൗഹൃദങ്ങൾ ആരോഗ്യത്തോടെ നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.